ഹായ് ഗായ്സ്, വർഷം കുറേ ആയിട്ടോ ഈ റൈസ് കുക്കർ എൻ്റെ കൂടെ കൂടിയിട്ട്. നമ്മുടെ കുത്തിരിച്ചോറ് ഒട്ടും വെന്തു പോകാതെ എന്നാൽ നല്ല പാകത്തിന് വേകുന്ന രീതിയിൽ എടുക്കാൻ എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയത് ഈ റൈസ് കുക്കർ തന്നെയാണ് കേട്ടോ. വെള്ളം തിളച്ച് അതിനകത്തോട്ട് അരിയിട്ട് തിളച്ച് വന്നു കഴിയുമ്പം ഈ റൈസ് കുക്കറിലോട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേനും അത് റെഡിയാകും. അപ്പോൾ തൊട്ട് എപ്പം വേണമെങ്കിലും നമുക്ക് എടുക്കാം. നമുക്ക് 4 മണിക്കൂറോ 5 മണിക്കൂറോ നമ്മളൊക്കെ എപ്പോൾ ചോറ് വേണം അപ്പോൾ എടുത്താൽ മതി. അത് ഒരിക്കലും വെന്ത് പോകത്തില്ല. എന്നാൽ നല്ല ചൂടോടുകൂടി അതിനകത്തിരിക്കും. കറിയെല്ലാം റെഡിയായി കഴിയുമ്പോഴത്തേനും അതെടുത്ത് വാർക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ട്യൂണ ആയിരുന്നു, നോൺ വെജ് ഒന്നും ഇല്ലാഞ്ഞുകൊണ്ട് ടിൻ ട്യൂണ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ട്യൂണ പൊട്ടിച്ച് ഒരു പാനിലോട്ടിട്ട് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും മുളക് പൊടിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് അടുപ്പിൽ വെച്ച് നന്നായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുത്തപ്പം നമ്മുടെ ട്യൂണ ഉലർത്തിയത് റെഡിയായി. സംഭവം തട്ടിക്കൂട്ടാണെങ്കിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കക്ഷികൾ മോശക്കാരല്ലായിരുന്നു. നല്ല ചക്കക്കുരു മാങ്ങയും ബീൻസ് തോരനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചക്കക്കുരു മാങ്ങയും ബീൻസ് തോരൻ്റെയൊക്കെ കൂടെ കഴിച്ചപ്പം ഈ ട്യൂണ നല്ല അടിപൊളിയായിരുന്നു. അല്ലെങ്കിലും അതിന് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇതൊക്കെ കഴിച്ചു